നമസ്കാരം. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഇന്ത്യക്കാർക്ക് ഇപ്പോഴും വിശ്വാസം നഷ്ടപ്പെട്ടു പോകാത്ത ചുരുക്കം ചില ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ജനാധിപത്യ ഭരണക്രമങ്ങളുടെ പൊതു സവിശേഷതകളിലൊന്ന് ജനകീയമായ തെരഞ്ഞെടുപ്പുകളിലൂടെ ജനപ്രതിനിധികളെ അധികാരത്തിലെത്തിക്കുക എന്നതാണ്. ഇന്ത്യയിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളിൽ നെടുന്തൂണായി പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിലൊന്നാണ്. സ്വാതന്ത്ര്യാനന്തരം സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യക്ഷവും പരോക്ഷവുമായി ധാരാളം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ നടപടികളിൽ പക്ഷപാതപരമായ ചായ്വുകൾ ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ തന്നെ നമ്മൾ കണ്ടതാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളിൽ അഥവാ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൽ ഭരണകക്ഷിയോടും പ്രതിപക്ഷ കക്ഷിയോടും രണ്ട് തരത്തിലുള്ള സമീപനങ്ങളിൽ തുടങ്ങി ബൈ ഇലക്ഷനുകൾ വൈകിക്കുന്നത് മുതൽ കുപ്രസിദ്ധമായ ഇലക്ടോറൽ ബോണ്ട് വിഷയത്തിൽ ഗവൺമെൻറ് അനുകൂല സത്യവാങ്മൂലങ്ങൾ സുപ്രീം കോടതിയിൽ നൽകുന്നതിൽ വരെ നമുക്ക് ഈ പക്ഷപാതം കാണാൻ സാധിക്കും. 5 സംസ്ഥാനങ്ങളിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നു. മോദിയും അമിത്ഷായും ഉൾപ്പെടെ സംഘപരിവാർ മുഴുവനായും ഇലക്ഷൻ പ്രചരണങ്ങളിൽ മതം കലർത്തുകയും വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ബാബരി മസ്ജിദ് നിന്നിടത്ത് രാം മന്ദിർ ഉദ്ഘാടനം ചെയ്യുന്നത് മുതൽ എന്തിന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ രാം മന്ദിറിലേക്ക് ഫ്രീ ആയി ഗവൺമെൻറ് സ്പോൺസേർഡ് യാത്രകൾ നൽകുമെന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികൾക്ക് നാക്കുളുക്കിയാൽ പോലും നോട്ടീസ് ഇടുന്ന ഇലക്ഷൻ കമ്മീഷൻ രാമൻ ഇനി ഇറങ്ങി വന്ന് BJPക്ക് വേണ്ടി വോട്ട് ചോദിച്ചാലും ഒരു പ്രശ്നവുമില്ലെന്ന നിസ്സംഗതയിലാണ്. ഈ ഒരു പതിറ്റാണ്ടിലായി 2 ലോക്സഭാ തെരഞ്ഞെടുപ്പും അനേകം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വ്യാപകമായ ഉപതെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ട്. ഇതിലെല്ലാം മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ ഗുരുതര ലംഘനങ്ങൾ ഉണ്ടായിട്ടും ഇലക്ഷൻ കമ്മീഷൻ പലപ്പോഴും ക്രിയാത്മകമായ നടപടികൾ എടുക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ പ്രതിപക്ഷ കക്ഷികളുടെ പ്രസംഗങ്ങളിൽ വന്നുപെട്ട ഹാംലെസ് ആയ രാഷ്ട്രീയ പ്രസ്താവനകളുടെ പേരിൽ പോലും BJP അംഗങ്ങളുടെ പരാതിയിന്മേൽ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുകയും നിയമക്കുരുക്കുകളിലേക്ക് അവരെ വലിച്ചിഴക്കുകയും ചെയ്തിട്ടുണ്ട്. 2018 നരേന്ദ്രമോദി ഗവൺമെൻറ് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഇലക്ടോറൽ ബോണ്ട് സ്കീം ഇവയിൽ എടുത്തു പറയേണ്ടതാണ്. ഇലക്ടോറൽ ബോണ്ട് സ്കീമിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഡൊണേഷനുകൾ ആര് തന്നു, എന്തിന് തന്നു, ഏത് കോർപ്പറേറ്റുകൾ എത്ര രൂപ തന്നു എന്നിങ്ങനെയുള്ള വിവരങ്ങൾ പൊതുസമക്ഷത്തിൽ എത്തുന്നതിൽ നിന്നും ഈ നിയമം തടയുകയുണ്ടായി. ഈ ബോണ്ടുകൾ വഴി ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം നേടിയതും നേടിക്കൊണ്ടേയിരിക്കുന്നതും BJPയും BJPയുടെ സഖ്യകക്ഷികളുമാണെന്നത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ പൊതു താൽപ്പര്യ ഹർജിയിന്മേൽ ഇലക്ട്രൽ ബോണ്ട് സ്കീം ചാലഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ അതുവരെ ട്രാൻസ്പെറൻസിയെക്കുറിച്ച് വാദിച്ചിരുന്ന ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രൽ ബോണ്ട് ഒരു ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്യുന്നതിനെതിരെയാണ് കോടതിയിൽ വാദിച്ചത്. എന്നാൽ പൊതു താൽപ്പര്യ ഹർജിയിന്മേൽ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ അതുവരെ ട്രാൻസ്പെറൻസിയെക്കുറിച്ച് വാദിച്ചിരുന്ന ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രൽ ബോണ്ട് ഒരു ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്യുന്നതിനെതിരെയാണ് അന്ന് കോടതിയിൽ വാദിച്ചത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഏത് നിലപാടും ഈ കാര്യത്തിൽ പരമപ്രധാനമാണ് എന്നത് എടുത്തു പറയേണ്ടത് തന്നെയില്ല. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദ് ചെയ്ത് അതിനെ 2ആയി വെട്ടിമുറിക്കും മുൻപ് തന്നെ അവിടെ പ്രാതിനിധ്യപരമായ ഒന്നും നിലവിലുണ്ടായിരുന്നില്ല. എന്നാൽ സമൂലമായ പരിവർത്തനങ്ങൾക്കും അട്ടിമറികൾക്ക് ശേഷവും തെരഞ്ഞെടുപ്പുകൾ നടപ്പിലാവുകയോ ജനപ്രതിനിധി സഭകൾ രൂപീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. നിലവിൽ പഞ്ചായത്ത് തലത്തിൽ പോലും ജനാധിപത്യപരം എന്ന് തോന്നിക്കുന്ന സംവിധാനം കശ്മീരിലില്ല. ഈ വിപത്തിന് ഇലക്ഷൻ കമ്മീഷന്റെ മൗനാനുമതിയും ഗ്രീൻ ഫ്ലാഗും ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ഭരണഘടന ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം സംബന്ധിച്ച് മെക്കാനിസം എന്താണ് എന്നതിൽ നിശബ്ദത പുലർത്തുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിശബ്ദതയെ നികത്താൻ തക്ക സുതാര്യവും സ്വതന്ത്രപരവുമായ ഒരു അപ്പോയിൻറ്റിംഗ് സംവിധാനം കൊണ്ടുവരും എന്ന് തന്നെയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ പ്രതീക്ഷ വെച്ചത്. എന്നാൽ പാർലമെൻറ്റ് സ്വതന്ത്രമായ മാർഗങ്ങളൊന്നും തന്നെ സ്വാതന്ത്ര്യാനന്തരം കൊണ്ടുവന്നില്ല. 2023 മാർച്ചിൽ സുപ്രീം കോടതി ഒരു പൊതു താൽപ്പര്യ ഹർജിയിന്മേൽ വിഖ്യാതമായ ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ വിധിയിൽ
പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും അംഗങ്ങളായ ഒരു കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു. ഈ പുതിയ സംവിധാനം 1990 ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയും ലോ കമ്മീഷൻ്റെ 255ാമത്തെ റിപ്പോർട്ടുകളിലൊക്കെയും ശുപാർശ ചെയ്തതായിരുന്നു. എന്നാൽ വിധി വന്ന് ഉടനടി തന്നെ സുപ്രീം കോടതി വിധി അട്ടിമറിച്ചുകൊണ്ട് മോദി ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവരികയുണ്ടായി. ഈ നിയമത്തിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുകയും പകരം മോദി ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് അംഗത്തെ കൊണ്ടുവരികയും ചെയ്തു. അതായത് പുതിയ നിയമപ്രകാരം പ്രധാനമന്ത്രി, ക്യാബിനറ്റ് അംഗം, പിന്നെ ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവർക്കിടയിൽ അപ്പോയിൻമെൻറ്റിൽ ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് വന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടപ്പിലാക്കുക. നിലവിലെ വ്യവസ്ഥ പ്രകാരം 3/2 ഭൂരിപക്ഷം. ഈ ഭൂരിപക്ഷത്തിൽ മോദിയും മോദിയുടെ ക്യാബിനറ്റ് അംഗവും മാത്രം മതിയാകും നിയമനത്തിന്. പ്രതിപക്ഷ കക്ഷിയുടെ എതിർപ്പൊന്നും പരിഗണിക്കുകയേ വേണ്ട എന്ന നിലയിലാകും അവസ്ഥ. ഇതിനോടൊപ്പം തന്നെയാണ് സാലറിയും നിയമന വ്യവസ്ഥകളും സർവീസ് കണ്ടീഷനുകളും സംബന്ധിച്ച വിഷയവും. 1991 സർവീസ് കണ്ടീഷൻസ് അനുബന്ധമായ നിയമം അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷണർമാരുടെ സാലറിയും സർവീസ് കണ്ടീഷനുകളും സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തത്തുല്യമായതാണ്. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷണർമാരുടെ സാലറിയും സർവീസ് കണ്ടീഷനുകളും ക്യാബിനറ്റ് സെക്രട്ടറിയുടേതായി തരം താഴ്ത്തുകയാണുണ്ടായത്. ഇലക്ഷൻ കമ്മീഷന് കൃത്യവും ഉറപ്പുള്ളതുമായ കാലാവധി, സുതാര്യവും നീതിപൂർവവുമായ അപ്പോയിൻറ്റിംഗ് സംവിധാനം, ഭരണഘടനാപരമായി ഉറപ്പ് നൽകുന്ന ഉയർന്ന സാലറിയും സർവീസ് കണ്ടീഷനുകളും ഇവയൊക്കെ മാതൃകാപരമായി ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവർക്ക് സമ്മർദ്ദങ്ങൾക്ക് അതീതമായും പക്ഷപാതമില്ലാതെയും സ്വതന്ത്രമായും പ്രവർത്തിക്കാനാണ് ഇത് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത്. സുപ്രീം കോടതി റീസണബിളി സ്ഥാപിച്ച അപ്പോയിൻറ്റിംഗ് സംവിധാനം അട്ടിമറിക്കുക വഴി ഇലക്ഷൻ കമ്മീഷൻ്റെ തലപ്പത്ത് സംഘപരിവാറിനോട് ആശയപരമായി ചേർന്ന് നിൽക്കുന്നവരെ കുത്തിനിറയ്ക്കാനുള്ള ശ്രമമാണ് തുടങ്ങുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഒന്നേ ഉള്ളൂ. അതിൻ്റെ അംഗങ്ങൾ സംഘപരിവാറായാൽ ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. ഏത് ഇലക്ഷനെയാണ് ഇന്ത്യ ഇനി വിശ്വസിക്കേണ്ടത്? പ്രതിപക്ഷ സഖ്യം ഈ വർഷം വരുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സമർപ്പിച്ച വിവരാവകാശ അപേക്ഷകൾക്ക് ഇലക്ഷൻ കമ്മീഷൻ പുതുതായി മറുപടികളൊന്നും നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തേക്കാൾ പ്രിവിലേജുകൾ കുറവാണ്. അവർക്ക് വിവരങ്ങൾ ലഭ്യമാക്കേണ്ടത് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ്. ഈ വർഷം ലോക്സഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് രാജ്യം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സാമ്പത്തിക സ്രോതസ്സുകൾ പൂഴ്ത്തിവെക്കപ്പെട്ട, മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ നിരന്തരം ലംഘിക്കപ്പെടുന്ന, അങ്ങനെയുള്ള ലംഘനങ്ങൾ ചോദ്യം ചെയ്യാൻ സാധ്യതയില്ലാത്ത ഇലക്ഷൻ കമ്മീഷൻ്റെ തലപ്പത്ത് കാവിക്കൊടിയും പിടിച്ച് കമ്മീഷണർമാരിരുന്നാൽ ഇന്ത്യക്കാർ എന്തു ചെയ്യും? അത് എന്തു തരം തെരഞ്ഞെടുപ്പാണ്? ചോദ്യങ്ങൾ അനവധിയാണ്. ചർച്ച ചെയ്യാൻ ഇനിയുമേറെയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണാം.